ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന എല്ലാ സങ്കടങ്ങളും ആവാഹിച്ചെന്ന് വേണമെങ്കിൽ പറയത്തക്ക രീതി ഉള്ളിൽ കൊണ്ട് നടന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. അതിൻ്റെ കൂടെ ഈ മരണഭയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദുഃഖവെള്ളിയുടെ മരണത്തിന് 3 ദിവസം മുമ്പ് എത്രത്തോളം കർത്താവിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും. 2 ദിവസം അല്ലെ 3 ദിവസത്തിനപ്പുറം മരിക്കാൻ പോവാണ്. അത് സാധാരണ മരണമല്ല ഒരിക്കലും. കുരിശുമരണത്തിൻ്റെയൊക്കെ ഒരു കാഠിന്യം നിങ്ങൾക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റ് ചെയ്തവന്റെ മൃതശരീരം പോലും ഭൂമി കിടക്കരുതെന്നുള്ള വിശ്വാസത്തിൽ ഉണ്ടായി വന്നതാണ് ഈ കുരിശുമരം. ഇതിങ്ങനെ ആകാശത്തിനും ഭൂമിക്ക് ഈ മനുഷ്യരെ കുത്തി നിർത്തുക. അക്ഷരാർത്ഥത്തിൽ വേണേ പറവകൾ വന്ന് കൊത്തി തിന്നും, അല്ലെങ്കിൽ ഈ ദേഹത്തെ മുറിവിൽ ചോര വാർന്ന് ചാവും. കിട്ടാവുന്നതിന്റെ ഇരട്ടി അടി കിട്ടിയതുകൊണ്ട് കർത്താവ് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു, അത്രേ ഉള്ളൂ. ബാക്കി കുരിശുമരണങ്ങളിൽ ഈ മനുഷ്യൻ അല്പപ്രാണിയായിട്ട് ദിവസങ്ങളോളം കിടക്കുന്ന ചരിത്രമാണ് ഈ കുരിശിലുള്ളത്.